ഞാൻ വിപിൻ ദാസ്, ഒരു സ്കൂൾ അധ്യാപകനാണ്. ഒപ്പം വയനാട് മണ്ഡലത്തിലെ ഒരു വോട്ടറും. എൻ്റെ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒറ്റവാക്കിൽ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പുലയനും കുറിച്യരും ചോലനായ്ക്കനുമെല്ലാം ഒരു കുടക്കീഴിൽ ഒന്നിച്ചാകുന്ന ഏകോദര സഹോദരന്മാരാകുന്ന എൻ്റെ മണ്ഡലം. കളകളമൊഴുകുന്ന പുഴയും മരങ്ങളും മലകളും നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ സുന്ദരമായ വയനാട്. 2009 വയനാട് രൂപീകൃതമാകുന്നത്. സ്വന്തമായി ഒരു മണ്ഡലം ലഭിച്ചതിൽ ഞങ്ങൾ വയനാട്ടുകാർ ഒട്ടേറെ സന്തോഷിച്ചു. ഞങ്ങളുടെ എല്ലാം ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുകയും ഞങ്ങളുടെ എല്ലാം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാവുകയും ചെയ്യുമെന്നും ഞങ്ങൾ ധരിച്ചു. എന്നാൽ അവഗണനയുടെ കഥ മാത്രമാണ് ഞങ്ങൾ വയനാട്ടുകാർക്ക് പറയാനുള്ളത്. തീർത്തും അവഗണിക്കപ്പെട്ട ഒരു മണ്ഡലമായി ഞങ്ങളുടെ വയനാട് മാറ്റപ്പെട്ടു. ബഹുമാന്യരും ആദരണീയരുമായ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരെ, ഈ തിരഞ്ഞെടുപ്പിൽ പശ്ചിമഘട്ട ജനരക്ഷാ സമിതിയുടെയും മലബാർ വികസന മുന്നണിയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ഞങ്ങളിവിടുത്തെ കൊണ്ടുപോകണമെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ 4-5 ആൾ കൂടി ചാക്കുത്തിരിച്ച് പിടിച്ച് കൊണ്ടുപോകേണ്ടി വരും എന്നാണ്. ഇതുവരെ ഒരു മലയാളിയന്മാരോ രാജാക്കന്മാരോ ആരും ഇവിടെ വന്നിട്ടില്ല. മരുന്നുണ്ട്, വോട്ടിന് ആവശ്യമൊക്കെ ഒരു വരും. അതുകൊണ്ട് വോട്ട് വിളിച്ച് വരും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യവും ഒരു ഫലങ്ങളും കിട്ടിയിട്ടില്ല ഇതുവരെ. ഞങ്ങൾ ബാംഗ്ലൂർ IT മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. രാത്രികാല യാത്രാ നിരോധനം മൂലം ഞങ്ങൾക്ക് ഞങ്ങളുടെ കോളേജുകളിൽ സമയത്തിനെത്താൻ പറ്റാതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. കസ്തൂരിരംഗൻ അതുപോലുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നു എന്ന് പറയുമ്പോൾ അതിലെത്രമാത്രം ആത്മാർത്ഥതയുണ്ട് ആ റിപ്പോർട്ടുകളിൽ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. കടന്നെ ഇതിൻ്റെ മുമ്പ് ഇവിടെ തുടങ്ങിയിരുന്നു ഞാൻ. അപ്പോൾ അന്നൊന്നും വലിയൊരു കച്ചവടമൊന്നും ഇല്ലാതെ പിന്നെ നിർത്തിയതാണ് ഈ കട. നമ്മളിവിടെ നല്ലൊരു ആശുപത്രി ഒന്നുമില്ല. നല്ല ഗവൺമെൻറ് നല്ലൊരു ആശുപത്രി എല്ലാവർക്കും ആവശ്യത്തിന് നല്ലൊരു ആശുപത്രി വേണം. നിർത്താൻ കാരണം ഇതന്നെ, ഇവിടെ ഇതുപോലെ ഓരോ കുത്തക കമ്പനികൾ, റിലയൻസിൻ്റെ ഈ സൂപ്പർ മാർക്കറ്റുകൾ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ കച്ചവടങ്ങളൊക്കെ ഡിമ്മായിപ്പോയി. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാത വരികയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് ബാംഗ്ലൂർ യാത്ര വളരെ സുഗമമായിരിക്കും. ജനങ്ങളുടെ അംഗീകാരങ്ങളോ കാര്യപ്രാപ്തികളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു നേതാവിനെ ഇതുവരെയായി വയനാട് മണ്ഡലത്തിൽ കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ ഗവൺമെൻറ് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തേക്കും യൂക്കാലിപ്സ് മരങ്ങളും വെച്ചുപിടിപ്പിക്കാനാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. എന്നാൽ ശരിയായ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താൻ ഇപ്പോഴത്തുള്ള കാടുകളും അതുപോലെ അതിനുതകുന്ന മരങ്ങളുമാണ് സംരക്ഷിക്കേണ്ടത്. ജീവിക്കാൻ വളരെ പ്രയാസങ്ങളുണ്ട്. ഗവൺമെൻറ് ഈ വക ഏർപ്പാടുകളൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് അപ്പോൾ ഇതിന് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവണം. കൃഷിക്കാരന് ഏതൊരു കോഴ്സിലും വെക്കണില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളതിന് യാതൊരു നടപടിയില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇതുവരെ ഈ കാലം വരെ. നമുക്ക് സുഖമുള്ളൊരു ആസ്പത്രി ഉണ്ടാകണം, റോഡുണ്ടാകണം, ഒക്കെ പാടുണ്ടാവുക. ഒന്ന് കെട്ടിവെച്ചാൽ വെച്ചാൽ 3-4 ആൾ മനസ്സിൽ പോകണമെങ്കിൽ വെച്ചാൽ ഞാൻ അച്ഛയ്ക്ക് പോകല, 4 ആൾ ഇട്ടുകൊണ്ട് വരാഞ്ഞ്. ഈ അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പോട് കൂടിയെങ്കിലും നല്ലൊരു ശക്തനായ നേതാവിനും ഞങ്ങളുടെ പ്രശ്നങ്ങൾ ധീരമായി കൈകാര്യം ചെയ്യുന്നതും ഈ ഇവിടെ ഇപ്പോൾ ഈ വയനാട്ടിലെ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നല്ല ശക്തനായ ഒരു MP തന്നെ ഇവിടെ ആവശ്യമാണ്. ഇതുവരെ ഉള്ളതൊന്നും പോരാ എന്നുള്ളത് തന്നെയാണ് തുറന്ന് പറയാനുള്ളത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. നമ്മളെപ്പോലുള്ള കൃഷിക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നല്ലൊരു നേതാവിനാണ്. ഈ പാവപ്പെട്ടവൻ്റെ കൂടി ആവശ്യങ്ങളും കാര്യങ്ങളും നോക്കി നടത്തണം. അതിന് പ്രഗത്ഭനായ ഒരു നേതാവിനെ, ഒരു MP-നെ ഈ വയനാട് പാർലമെൻറ്റിലുള്ള ജനങ്ങൾ തിരഞ്ഞെടുക്കണം. ഇനി ഈ ഇലക്ഷനോട് കൂടിയെങ്കിലും ഞങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നുള്ള പ്രതീക്ഷയിലാണ് വയനാട്ടിലെ ജനങ്ങൾ. എല്ലാവർക്കും സാധനം ചെയ്ത് കൈപ്പില്ലാത്തവർക്കൊക്കെ യഥാർത്ഥത്തിൽ പ്രകൃതിയെക്കുറിച്ചും കാടിനെക്കുറിച്ചും അറിവുള്ള ഒരാളെയാണ് നമുക്ക് ആവശ്യം. അതിന് പുതിയൊരു മാറ്റമാണെന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഈ പ്രദേശത്തിൻ്റെ പുരോഗമന പിന്നോക്കാവസ്ഥയിലും അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം വികസന മുരടിപ്പിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കുവാനും ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കിയ കസ്തൂരിരംഗൻ റിപ്പോർട്ട് റദ്ദു ചെയ്യുവാനും കാർഷിക വിളയിടിവിന് കാരണമാകുന്ന ഇറക്കുമതി അവസാനിപ്പിക്കുവാനും രാത്രികാല യാത്രാ നിരോധനം ഇല്ലാതാക്കാനും തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിനും
സമൂഹത്തിലെ സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനും കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ട രോഗികളെ സഹായിക്കുവാനും പ്രവാസികളുടെ പുനരധിവാസത്തിനും വ്യക്തിപരമായി ചെയ്യാൻ കഴിയുന്ന പൊതുകാര്യങ്ങൾക്ക് പരിമിതിയുള്ളതുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്. ഇതിന് നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള മാറ്റങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തോറിനെ വോട്ട് ചെയ്യുള്ളൂ. ഞങ്ങൾക്ക് പരിഹാരം കാണാൻ നല്ലൊരു നേതാവാണ്. അനീവർക്ക് മാത്രമേ ഞങ്ങളെ വോട്ട് കൊടുക്കണുള്ളൂ. ഏതായാലും ഞങ്ങളെ വോട്ട് അൻവറാക്കാക്ക് തന്നെ. നേരിൽ വന്നു കണ്ട് വോട്ടഭ്യർത്ഥിക്കുവാൻ അങ്ങേയറ്റം ആഗ്രഹമുണ്ടെങ്കിലും പരിമിതമായ സമയം അതിന് അനുവദിക്കുന്നില്ല. ദയവായി ഇതൊരു നേരിട്ട അഭ്യർത്ഥനയായി പരിഗണിച്ചാലും. മാറ്റം കൊതിക്കുന്ന വയനാടൻ ജനതയ്ക്കുള്ള ആശ്വാസമാണ് ഈ തിരഞ്ഞെടുപ്പ്. ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്ക് വേണ്ടി എന്നും ഞാനുണ്ടാകും.